ഹലോ എവ്രി വൺ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെഷർ തിയറിയുടെ അടുത്തൊരു സെക്ഷനിലോട്ട് പോവാണ്, കോൾഡ് ദ മെഷറബിൾ ഫങ്ഷൻസ്. നമ്മൾ ഇത്രയും കാലം നമ്മൾ വാട്ട് ഈസ് എ മെഷർ എന്ന് ഡിഫൈൻ ചെയ്തു. ദെൻ വാട്ട് ഈസ് എ മെഷറബിൾ സെറ്റ് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഓക്കെ, നൗ വി വിൽ മൂവ് ഓൺ ടു മെഷറബിൾ ഫങ്ഷൻസ്. ഓക്കെ, ചില കേസസിൽ മെഷറബിൾ ഫങ്ഷൻസും മെഷറബിൾ സെറ്റും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇൻഫിനിറ്റ് മെഷേഴ്സ് വരുന്ന സെറ്റുകൾ ഉണ്ടാവാം, ഇൻഫിനിറ്റ് വാല്യൂസ് എടുക്കുന്ന ഫങ്ഷൻസ് ഉണ്ടാകാം. അങ്ങനെയുള്ള കേസസിൽ നമുക്ക് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി നമ്മൾ ഇൻഡെഫിനിറ്റ് എന്നുള്ള കൺസെപ്റ്റ് അല്ല. അങ്ങനെ ഒരു ഇൻകൺവീനിയൻസി നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റിയൽ നമ്പർ സിസ്റ്റം അല്ല നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. വി ആർ യൂസിങ് എക്സ്റ്റെൻഡഡ് റിയൽ നമ്പർ സിസ്റ്റം. എന്താണ് എക്സ്റ്റെൻഡഡ് റിയൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ കയ്യിലുള്ള റിയൽ നമ്പർ സിസ്റ്റത്തിന്റെ കൂടെ രണ്ട് പുതിയ നമ്പേഴ്സ് ആഡ് ചെയ്യും, ഇൻഫിനിറ്റി ആൻഡ് മൈനസ് ഇൻഫിനിറ്റി. ഓക്കെ, with the convention that properties of the ഇതൊക്കെയാണ്. A plus infinity is what is it? Infinity. A real ആവാം, infinity ആവാം. That means A plus infinity is equal to infinity or infinity plus infinity എന്ന് തന്നെയാണ് infinity. And the second convention is A into infinity is equal to infinity if what is it? A greater than 0. Next is A into infinity is minus infinity if A is less than 0. Also, infinity into infinity എന്താണ്? Infinity ആണ്. Then the last one is 0 into infinity is 0. ഈ ലാസ്റ്റ് വന്ന് 0 into infinity is equal to 0 എന്നുള്ള കൺവെൻഷനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മെഷർ തിയറിയിൽ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ഒരു നോൺ ഡിഫൈൻഡ് കേസ് ഉണ്ട്. ഒരിക്കലും ഇൻഫിനിറ്റി പ്ലസ് മൈനസ് ഇൻഫിനിറ്റി 0 ആണെന്നൊന്നും ഡിഫൈൻ ചെയ്തില്ല. ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, ഇൻഫിനിറ്റി പ്ലസ് മൈനസ് ഇൻഫിനിറ്റി ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെഷർ തിയറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 0 into infinity is equal to 0. ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഇൻഫിനിറ്റ് മെഷേഴ്സ് വരുന്ന അല്ലെങ്കിൽ ഇൻഫിനിറ്റ് വാല്യൂസ് കിട്ടുന്ന ഫങ്ഷൻസിനെ നമുക്ക് മെഷർ തിയറിയിൽ ഒരു കൺവീനിയന്റ് വേയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസിസ്റ്റന്റ് വേയിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഉപയോഗിക്കുന്ന റിയൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റെൻഡഡ് റിയൽ നമ്പർ സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി റിയൽ നമ്പറിൽ രണ്ട് നമ്പറുകളാണ്. Now we will move on to the definition of a Lebesgue measurable function. Lebesgue measurable function എന്താണെന്നാണ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. Let f be a extended real valued function defined on a measurable set E. അപ്പോൾ ഇവിടെ നോക്കിക്കേ, f എങ്ങനത്തെ ഫംഗ്ഷൻ ആണ്? Extended real valued function. That means f can take plus infinity അല്ലെങ്കിൽ minus infinity. Both ഒരേ സമയം എടുക്കാൻ പറ്റത്തില്ല. F be an extended real valued function defined on a measurable set E. F is a Lebesgue measurable function, or more briefly a measurable function if for each alpha belongs to our E set of all x such that f of x greater than alpha is measurable. Okay, അപ്പോൾ നമ്മൾ എങ്ങനത്തെ സെറ്റാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്? എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആൽഫേനെ കാട്ടിയും കൂടി വരുന്ന എക്സുകളുടെ കളക്ഷൻ ഒരു സെറ്റ് എടുക്കും. ആ സെറ്റ് മെഷറബിൾ ആണെങ്കിൽ, അപ്പം സെറ്റിന്റെ മെഷറബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സെറ്റ് മെഷറബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ ഫംഗ്ഷൻ എഫ് ഈസ് Lebesgue measurable, അല്ലെങ്കിൽ സിംപ്ലി ഇറ്റ് ഈസ് മെഷറബിൾ. ഓക്കെ, നമ്മൾ എപ്പോഴും ഡെഫിനിഷനിൽ നമുക്കൊരു ഡൊമൈൻ ഉണ്ടായിരിക്കും, റൈറ്റ്? ആ ഡൊമൈൻ എപ്പോഴും ഒന്നുകിൽ നമ്മുടെ റിയൽ നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ ആർ മൈനസ് എഫ് ആയിരിക്കും. ആർ മൈനസ് എഫ് ആണെങ്കിൽ മെഷർ ഓഫ് എഫ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, the domain of f will always either be r or എന്തായിരിക്കും? r minus. അപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഡൊമൈൻ വേണമല്ലോ. ആ ഡൊമൈന് എന്തായിരിക്കും? ഇത് എന്തായിരിക്കും? ആർ ആയിരിക്കും അല്ലെങ്കിൽ ആർ മൈനസ് എഫ് ആയിരിക്കും. ആർ മൈനസ് എഫ് ആണെങ്കിൽ അത് എന്തായിരിക്കും? മെഷർ ഓഫ് എഫ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, now we will move on to the theorem. What is the theorem statement എന്താ പറയുന്നത് നോക്കാം. The following statements are equivalent. We have to prove that all these four statements are equivalent. Equivalent f is a first statement is f is a measurable function. Second statement is for all alpha set of all x such that f of x greater than or equal to alpha is measurable.
for all alpha, set of all x such that f of x less than alpha is measurable. Fourth one, for all alpha, set of all f of x such that f of x less than or equal to alpha is measurable. നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് ഇക്വലന്റ് ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? ഓഫ് കോഴ്സ് സാധാരണ മെത്തേഡ് തന്നെയാണ്. വി ക്യാൻ പ്രൂവ് ദാറ്റ് 1 implies 2, 2 implies 3, 3 implies 4 and last one എന്താണ്? 4 implies 1 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പോവാം. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് 1 implies 2. 1 എന്താണ്? f is a measurable function. അങ്ങനെയാണെങ്കിൽ we have to show that set of all x such that f of x is greater than or equal to alpha is measurable. We will move on to the proof. First, what you have to show, 1 implies 2. 1 implies 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what is it? First one is f is given that what is it? f is measurable. f measurable ആണെങ്കിൽ എന്താണ്? The function f measurable ആണെങ്കിൽ എന്തായിരിക്കും? For each alpha belongs to R, set of all x such that f of x is greater than alpha is measurable. ഇതാണ് ആരുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്? മെഷറബിൾ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എഫ് ഒരു മെഷറബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ ഈ സെറ്റ് എന്തായിരിക്കും? മെഷറബിൾ ആയിരിക്കും. റൈറ്റ്? സോ നമുക്ക് എന്താണ് കാണിക്കേണ്ടത്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഈസ് മെഷറബിൾ ആണല്ലോ. ഈ സെറ്റ് മെഷറബിൾ ആണെന്ന് കാണിക്കണം. റൈറ്റ്? നമുക്ക് ഈ സെറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീറൈറ്റിംഗ് ആസ് ഇന്റർസെക്ഷൻ നമുക്കുള്ള സെറ്റിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതാം. n is equal to 1 to infinity set of all x's that f of x is greater than alpha minus 1 by n. Is it right? Is that right or wrong? നമുക്ക് എന്താ? f of x greater than alpha. ഇത് ആൽഫ ആണെങ്കിൽ f of x ന്റെ വാല്യൂ കൂടി വരുന്നതെല്ലാം എന്താണ്? This is greater than or equal to alpha. Alpha minus 1 by 2, when 1 ആകുമ്പോൾ alpha minus 1 വരും. alpha minus 1 ഇവിടെ വരും. Then alpha minus 1 by 2 എന്താണ് ഇവിടെ വരുന്നത്? alpha minus 1 by 3 etc. Right? As n tends to infinity, നമ്മൾ ഈ സെറ്റിന്റെകളുടെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താ വരുന്നത്? What is it? It will tend to ഏതാണ്? alpha. Right? അത് ആരെയും ഇൻക്ലൂഡ് ചെയ്യിക്കും? ആൽഫേനെയും ഇൻക്ലൂഡ് ചെയ്യിക്കും. Right? അപ്പോ നമ്മള് we have rewritten this as this one. Right? For each alpha നോക്കിക്കോളാ, this is similar to this one. ആണല്ലോ. അപ്പൊ ഈ സെറ്റ് എന്താണ്? മെഷറബിൾ ആണ്. റൈറ്റ്? ഇന്റർസെക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ് ഈസ് മെഷറബിൾ. റൈറ്റ്? കൗണ്ടബിൾ ഇന്റർസെക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ് ഈസ് സെറ്റ് എന്താണ്? മെഷറബിൾ ആണ്. സോ എന്തായി? ദിസ് ഈസ് മെഷറബിൾ. റൈറ്റ്? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? This set is a measurable set. Set of all x's that f of x greater than or equal to alpha is measurable. അപ്പൊ 1 implies 2 കിട്ടി. ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്? 2 implies what is it? 3. What is 2? Set of all x's that f of x is greater than or equal to alpha is measurable. Is a measurable set, right? ഇത് നമുക്ക് കാണിക്കണം set of all x's that f of x is less than alpha. ഇതെന്താണെന്ന് കാണിക്കണം? മെഷറബിൾ ആണെന്ന് കാണിക്കണം. റൈറ്റ്? ഞാനൊന്ന് റീറൈറ്റ് ചെയ്യാണ്. ഈ സെറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ x's that f of x is greater than or equal to alpha. ആൽഫ മെഷറബിൾ ആണെന്ന് അറിയാം. അതിന്റെ കോംപ്ലിമെന്റ് ആയിട്ട് എഴുതിക്കൂടെ? what is set of all x's that f of x is greater than or equal to alpha. അപ്പൊ ഇത് മാത്രമേ വരത്തുള്ളൂ. അതിന്റെ greater than or equal to ആൽഫയുടെ കോംപ്ലിമെന്റ് ആണ് വേണ്ടത്. ആണല്ലോ. റൈറ്റ്? ആൽഫേനെ കൂടിയിരിക്കുന്ന ഇത് ഇങ്ങോട്ടാണ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ? വിച്ച് ഈസ് ലെസ് ദാൻ ആൽഫ. റൈറ്റ്? സോ ഇതെന്ന് പറഞ്ഞാൽ ഏതാണ്? ദിസ് ഈസ് എ മെഷറബിൾ സെറ്റ്. ഒരു മെഷറബിൾ സെറ്റിന്റെ കോംപ്ലിമെന്റും എപ്പോഴും എന്തായിരിക്കും? മെഷറബിൾ ആയിരിക്കും. സോ ദിസ് ഈസ് ഓൾസോ മെഷറബിൾ. So we have got that set of all x such that f of x is less than alpha is measurable. അപ്പൊ നമുക്ക് 2 implies 3 കിട്ടി. ഇനി അടുത്ത ഏതാ നമുക്ക് വേണ്ടത്? 3 implies 4 ആണ് വേണ്ടത്. റൈറ്റ്? 3 implies 4 എന്ന് പറഞ്ഞാൽ എന്താണ്? set of all x such that f of x less than alpha is measurable. നമുക്ക് എന്താ കാണിക്കേണ്ടത്? set of all x such that f of x less than or equal to alpha is measurable.
നേരത്തെ എഴുതിയ പോലെ തന്നെ നമുക്ക് ഇതിനെ എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇന്റർസെക്ഷൻ n is equal to 1 to infinity set of all x such that f of x നമ്മൾ ഏതാ ഉള്ളത് less than alpha plus 1 by n. റൈറ്റ്, ഇത് ആൽഫ ആണെങ്കിൽ ആൽഫ പ്ലസ് 1 by n എന്ന് പറയുന്നത് ആൽഫ പ്ലസ് 1 ഇവിടെ വരും, ആൽഫ പ്ലസ് 1 വരും, ആൽഫ പ്ലസ് 1/2 വരും, ആൽഫ പ്ലസ് 1/3 ഇങ്ങോട്ട് വരും, ഇങ്ങോട്ടാണ് വരുന്നത്. റൈറ്റ്, എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ആൽഫ എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരും, ആര് ഇൻക്ലൂഡ് ചെയ്യപ്പെടും, ആൽഫ കൂടെ ഇൻക്ലൂഡ് ചെയ്യപ്പെടും. റൈറ്റ്, സോ ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, സെറ്റ് ഓഫ് ഓൾ എക്സ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ. റൈറ്റ്, സോ ദിസ് ഫംഗ്ഷൻ ലെസ് ദാൻ ആൽഫ വരുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, is measurable. So intersection of measurable set is measurable. So this is also measurable. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, we have got 3 implies 4. ഇനി അടുത്ത എന്താണ്, 4 implies 1 ആണ്. റൈറ്റ്, എന്താണ്, set of all x's that f of x less than or equal to alpha എന്താണ്, measurable ആണ്. is a measurable set. Right, നമുക്ക് എന്താണ് കാണിക്കേണ്ടത്, f is measurable എന്നാണ് കാണിക്കേണ്ടത്. f measurable ആണെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, set of all x's that f of x greater than alpha is measurable എന്ന് കാണിച്ചാൽ മതി. റൈറ്റ്, അതല്ലേ ഡെഫിനിഷനിൽ വരുന്നത്, which is equal to, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, f of set of all x's that f of x less than or equal to alpha എന്തായിട്ട് എഴുതാം, കോംപ്ലിമെന്റ് ആയിട്ട് എഴുതാം. From the fourth equation, this is a measurable set. So complement of a measurable set is also measurable. So this is a measurable set. ഈ സെറ്റ് മെഷറബിൾ സെറ്റ് ആയത് കാരണം ആര് മെഷറബിൾ ആയിരിക്കും, എഫ് മെഷറബിൾ ആയിരിക്കും. ഫ്രം ദ ഡെഫിനിഷൻ ഓഫ് മെഷറബിൾ ഫംഗ്ഷൻ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അടുത്ത നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. വാട്ട് യു ഹാവ് ടു ഷോ, ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ലൈക്ക് ദിസ്, ഷോ ദാറ്റ് ഇഫ് എഫ് ഈസ് മെഷറബിൾ, എഫ് മെഷറബിൾ ആണ്, ദെൻ സെറ്റ് ഓഫ് ഓൾ എക്സസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ ഈസ് എ മെഷറബിൾ. നമുക്ക് എന്താ അപ്പൊ കാണിക്കേണ്ടത്, എഫ് മെഷറബിൾ ആണെങ്കിൽ ഈ സെറ്റ് എന്താണെന്ന് കാണിക്കണം, മെഷറബിൾ സെറ്റ് ആണെന്ന് കാണിക്കണം. അപ്പൊ നമ്മൾ പ്രൂഫിലോട്ട് പോവാം. വാട്ട് ഈസ് ഗിവൺ, ആൽഫ ഈസ്, എഫ് ഈസ് മെഷറബിൾ, എഫ് മെഷറബിൾ ആണ് തന്നിട്ടുണ്ട്. എഫ് മെഷറബിൾ ആണെങ്കിൽ എന്താണ്, ഫോർ ഈച്ച് ആൽഫ belongs to R എന്തായിരിക്കും, set of all x's that f of x is greater than alpha is measurable. Right, ഇത് നമ്മൾ ഡെഫിനേഷൻ പഠിച്ചതാണ്. നമ്മള് തിയറം, പ്രീവിയസ് തിയറത്തിൽ എന്താ പഠിച്ചത്, ഗ്രേറ്റർ ദാൻ ആൽഫ മാത്രമല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയാലും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയാലും, ലെസ് ദാൻ ആൽഫ ആയാലും മെഷറബിൾ സെറ്റ് ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എഫ് എന്തായിരിക്കും, മെഷറബിൾ ആണെന്നാണ് പറഞ്ഞത്. എനിവേ, നമുക്ക് എന്താണ് ഇനിയിപ്പോ കാണിക്കേണ്ടത്, സെറ്റ് ഓഫ് ഓൾ എക്സസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ എന്താണെന്ന് കാണിക്കണം, മെഷറബിൾ ആണെന്ന് കാണിക്കണം. അപ്പം നമ്മൾ എക്സ്റ്റെൻഡഡ് റിയൽ നമ്പർ സിസ്റ്റം ആയതുകൊണ്ട് നമുക്കിവിടെ 3 കേസസ് വരും. ആൽഫ എന്താണ്, ഫൈനൈറ്റ് ആകാം, അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ആകാം, അല്ലെങ്കിൽ എന്താവാം, പ്ലസ് ഇൻഫിനിറ്റി ആവാം. അപ്പൊ നമ്മൾ ഈ പ്രൂഫ് നമ്മൾ 3 കേസ് ആയിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. കേസ് 1, if alpha is finite, നമ്മൾ എന്താ എടുക്കുന്നത്, ആൽഫ ഫൈനൈറ്റ് ആവുമ്പോൾ നമുക്ക് കാണിക്കേണ്ട സെറ്റ് ഏതാണ്, സെറ്റ് ഓഫ് ഓൾ എക്സസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ഇറ്റ്, ആൽഫ. ഈ സെറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സെറ്റ് ഓഫ് ഓൾ എക്സസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഇന്റർസെക്ഷൻ സെറ്റ് ഓഫ് ഓൾ എക്സസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ. റൈറ്റ്, എന്തായിക്കോളും, ഇക്വാളിറ്റി ആയിക്കോളും. റൈറ്റ്, ഫ്രം ദ അബോവ് തിയറം ദിസ് set is measurable and this set is also measurable. Why? എഫ് മെഷറബിൾ ആണെങ്കിൽ ഈ സെറ്റ് മെഷറബിൾ ആയിരിക്കും, ഈ സെറ്റ് മെഷറബിൾ ആയിരിക്കും. അപ്പൊ ഇന്റർസെക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് എപ്പോഴും എന്തായിരിക്കും, മെഷറബിൾ ആയിരിക്കും. സോ ദിസ് വൺ ഈസ് മെഷറബിൾ. സോ അവർ റിക്വയർഡ് സെറ്റ് ഈസ് വാട്ട് ഈസ് ഇറ്റ്, മെഷറബിൾ. ഓക്കെ, അപ്പൊ ഒരു കേസ് സിംപ്ലി നമ്മൾ പ്രൂവ് ചെയ്തു. റൈറ്റ്, ഇനി അടുത്തത് കേസ് 2ലോട്ട് പോവാൻ നമുക്ക്. ആൽഫ ഇൻഫിനിറ്റി ആവുമ്പോ എന്താണെന്ന് നോക്കാം. റൈറ്റ്, അപ്പൊ നമുക്ക് ആൽഫ ഇൻഫിനിറ്റി ആവുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് ഏതാണ്, സെറ്റ് ഓഫ് ഓൾ എക്സസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ആൽഫ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഈ സെറ്റ് എന്താണെന്ന് കാണിക്കണം, നമുക്ക് മെഷറബിൾ ആണെന്ന് കാണിക്കണം. റൈറ്റ്,
നമുക്ക് ഈ സെറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? Can be rewritten as intersection n is equal to 1 to infinity set of all x's that f of x is greater than n. എഴുതി കൂടെ നോക്കിക്കോളാം. n-നെ കാട്ടിയും കൂടിയ എല്ലാ സെറ്റ്. അപ്പൊ അങ്ങോട്ട് കൂടി 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 പോലെ. അപ്പൊ എന്താ? ഫൈനൈറ്റിലോട്ട് പോകും, ഇൻഫിനിറ്റിയിലോട്ട് പോകുമല്ലോ. റൈറ്റ്? അപ്പോ we have written our given set as intersection of n is equal to 1 to infinity set of all x's that f of x is greater than n. n-ന്റെ പകരം എന്താ? ആൽഫയ്ക്ക് പകരം എന്ന് എഴുതിയതേ ഉള്ളൂ, n എന്ന് എഴുതിയതേ ഉള്ളൂ. ഫോർ ഈച്ച് ആൽഫ അല്ലേ? This set എന്തായിരിക്കും? Measurable ആയിരിക്കും. This set is measurable. Why? F is measurable function. F is measurable function ആണെങ്കിൽ ഈ സെറ്റ് എന്തായിരിക്കും? ഈ ഫോമാറ്റിലുള്ള സെറ്റുകളെല്ലാം measurable ആയിരിക്കും. So intersection of measurable set is measurable. So this set is also measurable. ഇനി ഒരു കേസും കൂടിയുള്ളൂ. കേസ് 3. What is that? ആൽഫ എന്താവുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ആവുമ്പോൾ. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് ഏതാണ്? What is the set? Set of all x's that f of x is equal to minus infinity. ഈ സെറ്റ് എന്തായിരിക്കണം? മെഷറബിൾ ആയിരിക്കണം. ഇന്റർസെക്ഷൻ വെച്ചിട്ട് നമുക്ക് അതിനെ എഴുതാലോ. n is equal to 1 to infinity set of all x's that f of x എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ആണ്. അപ്പൊ എന്താണ്? ഇങ്ങോട്ട് പോകണം. റൈറ്റ്? അപ്പൊ എന്ത് വരും? ലെസ് ദാൻ എന്തെടുക്കാം? മൈനസ് n എടുക്കാം. റൈറ്റ്? ഫോർ ഈച്ച് n ആണ്, ഫോർ ഈച്ച് ആൽഫ ആണ് ഈ സെറ്റ് എന്തായിരിക്കും? മെഷറബിൾ ആയിരിക്കും. വൈ? ഈ സെറ്റ് മെഷറബിൾ ആയിരിക്കും. കാര്യം എന്താണ്? എഫ് ഇസ് എ മെഷറബിൾ ഫംഗ്ഷൻ. ഇന്റർസെക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ് എന്തായിരിക്കും? ഓൾവേസ് എന്തായിരിക്കും? മെഷറബിൾ ആയിരിക്കും. സോ ദിസ് ഫംഗ്ഷൻ, ദിസ് സെറ്റ് ഈസ് മെഷറബിൾ. സോ അവർ റിക്വയർഡ് സെറ്റ് ഈസ് ഓൾസോ മെഷറബിൾ. അപ്പോൾ നമ്മൾ എല്ലാ കേസിലും വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് എന്താണ്? ഇത് വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ്. Set of all x's that f of x is equal to alpha is measurable for each alpha. I hope you understand. Thank you for listening.